ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നും ഞാനൊരു നല്ല ഹെയറിന് പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഹെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലും അത് യൂസ് ചെയ്യാം, നമ്മുടെ പിരികത്ത് യൂസ് ചെയ്യാം, നമ്മുടെ താടി, മീശ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. ഓക്കെ, ഇത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ എന്താ പറയുക, ഞാനിത് ആക്ച്വലി ഒരു 1 ഇയർ ബാക്ക്, അതായത് നമ്മുടെ കൊറോണയൊക്കെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മുടിയൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. കൊച്ചിൻ്റെ പേര്, കൊച്ചിന് കുട്ടിയായിരുന്നു, ആ കൊച്ചിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് നല്ല ഒരു മെത്തേഡായിരുന്നു അത്, ആ ഒരു ക്രീം കേട്ടോ. ഞാൻ ആ ക്രീം കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കത് ഞാനത് പിന്നെ അങ്ങ് വിട്ടുപോയി ആ ഒരു ക്രീമിനെ കുറിച്ച്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഈ മുടി കൊഴിച്ചിൻ്റെ പ്രോബ്ലം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണയുടെ സെക്കൻഡ് ബൂസ്റ്ററൊക്കെ എടുത്തതിന് ശേഷം കുറേ പേർക്കുണ്ടല്ലോ ഈ ഒരു മുടി കൊഴിച്ചില്ല. പിന്നെ ഈ മീശ കൃത്യം താടിയൊന്നും നല്ലപോലെ വളരുന്നില്ല, ഒരുമാതിരി അങ്ങുഞ്ഞൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ ചേട്ടൻ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ താടി ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നല്ലോ തോന്നി, കുറച്ച് കട്ടി വരാം. കാരണം ചിലർക്ക് കണ്ടിട്ടില്ല, ഇവിടെ നല്ല കട്ടി ഉണ്ടാവും ചില ഭാഗത്ത്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കട്ടി കുറവ് പോലെ കാണിച്ചാൽ. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം അപ്ലോഡ് ചെയ്തു. ഇപ്പം നല്ലപോലെ ആ ഹെയർ തിക്കായിട്ട് ചെറുതായിട്ട് കുട്ടിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് കൊള്ളാമല്ലോ, നമ്മുടെ തലയിലും ഒക്കെ അപ്ലൈ ചെയ്യാം, പിരികത്തും ഒക്കെ അപ്ലൈ ചെയ്യാം, ഹെയർ ഒക്കെ കുറവുള്ളവർക്ക് നല്ല ഉപകാരപ്പെടും വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഞാനത് വളരെ മുമ്പൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മുടി നല്ല കുറേ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയാം, ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, അത് ചെയ്യുന്നൊക്കെ പറയും. ഞാൻ ഈ ഒരു വകയും ചെയ്യാറില്ല. കാരണം ചെയ്യാറില്ലാത്തതിൻ്റെ കാരണം എൻ്റെ സമയക്കുറവാണ്, ഞാനിങ്ങനെ ഓടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് യോഗ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചതിൻ്റെ കാര്യം തന്നെ അതാകുമ്പോൾ ഞാനും കൂടെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു ക്രീം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നാൽ എന്തായാലും ഞാനും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടൻ ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് തീർന്നു. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പുള്ളി എപ്പോഴും ഇങ്ങനെ ട്രാവലിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ക്രീമുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക്. പക്ഷേ ഇത് ഒരു കാര്യം വെച്ചാൽ ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ ഒരു 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ശ്രദ്ധിച്ച് കേൾക്കാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ ഈ പറയുന്നത് പോലെ ഉണ്ടാക്കി വെച്ച് കൃത്യമായിട്ട് ഒരു 60 ദിവസം, അതായത് 2 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഒരു 15-20 ദിവസം തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. ചെറുതായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ നല്ല തിക്കാവുന്നതൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറഞ്ഞുതരാം ഞാൻ. ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ചെറിയ ഉള്ളി എടുത്തതിന് ശേഷം നല്ലപോലെ ചതച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു കല്ല് വെച്ചിട്ട് ഈ ചെറിയ ഉള്ളി നല്ല ഭംഗിയായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അവിടെ വെച്ച് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാത്രമായതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ചതയ്ക്കണം. ഓക്കെ, നല്ലപോലെ ഞാൻ ചതച്ചെടുത്തിട്ട് കാണിച്ചു തരാം. നല്ലപോലെ ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി തന്നെ എടുക്കണം, വലിയ ഉള്ളി എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ ഈ ചെറിയ ഗ്ലാസ് പാത്രം എന്തിനാണ് എടുത്തതെന്ന് അറിയാമോ? ഗ്ലാസ് പാത്രം ആകുമ്പം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് എനിക്ക് അവനിൽ വെക്കാനായിട്ട് ഈസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്ലാസ് പാത്രം എടുത്തത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് അവനിലേ വെക്കാൻ പറ്റത്തോളോ എന്നൊന്നും ചോദിക്കേണ്ട. അല്ല, നമുക്ക് എല്ലാത്തിലും വെക്കാം, ഒരു കുഴപ്പമില്ല. അവനിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ ചൂടാക്കി എടുക്കാൻ. അപ്പോൾ പ്രോസസ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ഉള്ളി ചതച്ചെടുക്കാം. ഞാൻ മൊത്തം ചതച്ചിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ദാ ചതച്ച് വെയിലാക്കും, കാണാൻ പറ്റുന്നില്ല അല്ലേ? കണ്ടോ, നല്ല പോലെ ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് അരച്ച് ജ്യൂസ് ആക്കിയിട്ട് എടുത്താൽ പോരെ, എന്തിനാ ചതച്ചെടുക്കുന്നത്? പക്ഷേ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ ചതച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല വെളിച്ചെണ്ണ ഒരു സ്പൂൺ. ഓക്കെ, എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കി കണക്കാക്കി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത്. നിങ്ങൾ 1 സ്പൂൺ കണക്കിലെടുക്കാം. ഈ 1 സ്പൂണിൽ 1 സ്പൂൺ കണക്കിലെടുക്കാം. ഞാൻ പറയുന്ന ഒരു 5-6 ഉള്ളിക്കാണെങ്കിൽ 1 സ്പൂൺ. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണയും കൂട്ടിക്കോണം. രണ്ടാമത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിലാണ്. ഇതാണ് മെയിൻ സാധനം. ഇത് ആക്ച്വലി കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നല്ല കോൾഡ് പ്രസ്ഡ്. ഇതിന് കുറച്ചും കൂടെ നല്ല ഗുണമാണ് മറ്റേ കാസ്റ്റർ ഓയിലിനെക്കാട്ടി. ഇതും നമുക്ക് ഒരു സ്പൂണ് യൂസ് ചെയ്യണം. അപ്പോൾ കാസ്റ്റർ ഓയിൽ, വെളിച്ചെണ്ണ, ഇത് രണ്ടും
ഓരോ സ്പൂൺ വീതം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു നിങ്ങൾ അവനിലാണ് ചൂടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കറക്റ്റ് ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നിങ്ങൾ അവനിലല്ല അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒത്തിരി നേരം ഒന്നും ചൂടാക്കണ്ട, ചെറുതായിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ചേർക്കാൻ പോകുന്നത്, കാരണം ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സംഭവമാണ്, നല്ല ഒരു പിടി റോസ്മേരി എടുക്കുക, അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, റോസ്മേരിയുടെ ഗുണവും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ റോസ്മേരി ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ വാങ്ങിച്ച് നല്ല റോസ്മേരി വാങ്ങിക്കണം കേട്ടോ. ഇതൊന്ന് കുറേ പേര്, ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ആണേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ റോസ്മേരിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് സാധനം കൂടെ ചേർക്കണം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അവനിലേക്ക് വെച്ച് ഞാനൊരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ. ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് ഞാനൊന്ന് ചൂടാക്കട്ടെ. ഇപ്പോൾ ഞാനിത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഓയിലാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ആ ഒരു തിക്നെസ്സൊക്കെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ആ തിക്നെസ്സൊക്കെ ഒന്ന് കുറച്ച് കുറയും. ഒരുപാടൊന്നും ഇട്ട് ചൂടാക്കി അതിൻ്റെ ഗുണം കളയരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയേ ചെയ്യാവൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ഓയിലും ഈ ഒരു ഉള്ളിയുടെ ജ്യൂസും എല്ലാം കൂടെ മിക്സ് ആയല്ലോ, ആ ചൂടൊന്ന് തണുത്തതിന് ശേഷം കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് ഞെക്കി ആ ഉള്ളിയുടെ ജ്യൂസൊക്കെ ഒന്ന് അതിനകത്തേക്ക് നല്ലപോലെ ഇറക്കി കൊടുക്കണം. നല്ലപോലെ ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്താൽ ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് അരിപ്പോളിട്ടതിന് ശേഷം ഇനി നമുക്ക് ഇത് നല്ല ഞെക്കി കൊടുക്കുക. നല്ല ഞെക്കി അതിലേക്ക് നല്ല ഫുള്ളായിട്ട് നീര്, കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അതിനടിയിലേക്ക് നമ്മൾ ആ ജ്യൂസ് ഫുള്ളായിട്ടും എടുക്കണം. കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഞെക്കിയെടുക്കുക. സാവധാനം ഞെക്കി ആ ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആ തിക്കായിട്ടുള്ള കണ്ടോ ഉള്ളിയുടെ ജ്യൂസും എണ്ണയും എല്ലാം കൂടെ നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലുണ്ടല്ലോ, അത് ഒരെണ്ണം നല്ല പോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നല്ല 2 എണ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, 2 വൈറ്റമിൻ ഇ ഓയിൽ നല്ല പോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അതും മിക്സായി, അതും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിന് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇല്ല ഇങ്ങനെ വേണ്ട, നമുക്കൊരു കുറച്ചും കൂടെ തിക്കായിട്ടൊരു ക്രീം ബേസിൽ നമുക്ക് താടിയിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടെ ക്രീം ബേസിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ക്രീം ബേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനൊക്കെ കുറച്ചും കൂടെ ഒരു നല്ല ബെനിഫിറ്റും കിട്ടും. ക്രീമൊന്നും മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു നല്ല ബെനിഫിറ്റും കൂടെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അലോവേര ജെല്ല് ആഡ് ചെയ്യാൻ പോകും. ഇത് നമ്മുടെ തന്നെ ഫ്രഷ് അലോവേര ജെല്ലാണേ. നിങ്ങളിപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മിനിറ്റ് തുറന്നോട്ടെ. നിങ്ങൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വെളിയിൽ നിന്നുള്ള, അതായത് നമ്മുടെ അലോവേര ജെല്ല്, അതായത് നമ്മൾ വീട്ടിലുള്ള അലോവേര ജെല്ല് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അത് വേറൊരു റിസൾട്ടാണ്, അത് കിട്ടത്തില്ല നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട്. ഇത് തന്നെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളൂ. നിങ്ങൾ കടയിൽ നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ 1 സ്പൂൺ അലോവേര ജെല്ല് എടുക്കുക. അലോവേര ജെല്ലെടുത്ത് ഇതിലേക്ക്, ഇത് പ്യുവർ അലോവേര ജെല്ലാണ്, ഇതിനകത്ത് വേറെ മിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നിങ്ങൾ ഷേക്ക് ചെയ്ത് ഇതിനെ ഒരു ക്രീം പരുവത്തിൽ നമ്മളിത് ആക്കിയെടുക്കണം. കുറച്ച് നേരം നല്ലപോലെ വിസ്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രീം ടെക്സ്ചറിൽ വരും. അത് കുറച്ചും കൂടെ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു വെള്ളം പോലെ ഇരിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അലോവേര ചേർത്ത്, ഇപ്പോൾ തന്നെ കണ്ടോ ഒരു ക്രീം ടെക്സ്ചർ വന്നത് കണ്ടോ. നല്ലപോലെ ബീറ്റ് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീം ടെക്സ്ചർ വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. ബോട്ടിലോട്ട് ഒഴിച്ച് നമുക്കിപ്പോൾ കുറേ വെളിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല, കേടായി പോവും. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം പോലെ ഉപയോഗിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, കാരണം തണുപ്പടിക്കാൻ പാടില്ലല്ലോ, ഉപയോഗിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ വെളിയിലെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫുള്ളായിട്ടും ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീം ബോട്ടിലാക്കി കണ്ടോ, നല്ല ക്രീം പോലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്കൊരു ആഴ്ച തേക്കൊന്നും കാണത്തില്ല കേട്ടോ. നിങ്ങൾ നല്ലപോലെ
തലയോട്ടിയിലൊക്കെ നല്ലപോലെ മസാജ് കൊടുക്കാം. പിരികത്തിലാണെങ്കിൽ പിരികത്തിൽ നല്ലപോലെ മസാജ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എടുത്തതിന് ശേഷം നമ്മുടെ പിരികത്തിൽ നല്ല രീതിയിൽ ഇതേപോലെ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തിട്ടുകൊണ്ട് കിടക്കുന്നതാണ് നല്ലത് കേട്ടോ. ഉള്ളിയുടെ ഭയങ്കര ഹാർഷ് സ്മെല്ല് ഉണ്ടായിരിക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഒരു ഹാർഷ് സ്മെല്ലും ഇല്ല. നിങ്ങളുടെ പിരികം ഒട്ടും വളരുന്നില്ല, ഭയങ്കര ഇതാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചെടുക്കാം. 2 പിരികത്തിലും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഓവർനൈറ്റ് നല്ല സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. നല്ല സർക്കിളായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല തേച്ച് പിടിപ്പിക്കുക, വിട്ടേക്കാം. ഓക്കെ, വിട്ടേക്കാം. ഇത് നിങ്ങളുടെ കൺപീലിയിലാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കൺപീലിയിൽ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺപീലിയിൽ ഇതേപോലെ ഉള്ളിയുടെ നീറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊരു ഇയർബഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. കൺപീലിയിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റിയൊക്കെ താടിയിലാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ താടിയിൽ യൂസ് ചെയ്യുക, മീശയിലാണെങ്കിലും മീശയിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ നെറ്റിയിലൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കാണുമല്ലോ, നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് കണ്ടോ ഒരു വെള്ള മുടിയെങ്കിലും ഉണ്ടോ നോക്കി. എത്ര ദിവസമായി? കുറേ ദിവസമായില്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തലയുടെ ഈ ഓരോ ഭാഗത്തൊക്കെ നമ്മുടെ നെറ്റി കയറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നെറ്റി കയറുന്ന ഇടത്തിലൊക്കെ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഞാൻ ഈ പാത്രത്തിൽ ബാലൻസ് ഇരുന്ന് എടുത്ത് മസാജ് ചെയ്യുവാണ് കേട്ടോ. ഇങ്ങനെ ഓരമായിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നെറ്റിയും കയറത്തില്ല, ഒരു കുന്തവും കയറത്തില്ല. നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്യുക. കണ്ടിന്യൂസ് ചെയ്താലും സൂപ്പറാണ്. ചെയ്യണം, എന്നെ പോലെ മടി പിടിച്ചിരിക്കരുത് കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് നമുക്ക് വേണം. ഇനി ഈ ഭാഗത്ത് നമ്മളിങ്ങനെ വൗരൊക്കെ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് അധികമായിട്ട് ഇങ്ങനെ ഹെയർ തിന്നായി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഹെയർ തിന്നായിട്ട് തോന്നുന്നത് അവിടെയൊക്കെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഓരോ വൗരായിട്ട് എടുത്ത് ഓരോ വൗരിലും നല്ല പോലെ, മുടിയിലൊന്നും തേക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്കാൽപ്പിൽ മാത്രം കുറച്ചായിട്ട് എടുത്ത് സ്കാൽപ്പ് ഏരിയയിൽ മാത്രം നല്ല പോലെ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്ഥലം എടുക്കണം കേട്ടോ. ഇത് നല്ല ഉപകാരപ്രദമാണ്. നിങ്ങളുടെ തലയ്ക്കും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിന്നില്ലെങ്കിൽ പറയൂ കേട്ടോ. ഇത് തേച്ചിട്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ പറയും. കുറച്ച് നാൾ കണ്ടിന്യൂ. നിങ്ങൾക്കറിയാലോ ഈ കുറ്റി മുടികൾ നമുക്ക് വളർന്നു വരുന്നത് നമുക്ക് വിസിബിളായിട്ട് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇതേപോലെ നല്ലപോലെ സ്കാൽപ്പിലെല്ലാം മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടിഭാഗത്ത് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നാക്കി കൊടുത്താൽ മതി. 2 സൈഡിലും കയ്യിലെവിടെ ഉള്ളതെടുത്ത് 2 സൈഡിലും ഇതേപോലെ മസാജ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നോർമൽ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യുക കേട്ടോ. നോർമൽ അലോവേര ജെല്ല് യൂസ് ചെയ്യരുത്. എന്നിട്ട് നല്ല പോലെ സ്കാൽപ്പിലെല്ലാം നല്ല ഒന്ന് വിരലിൻ്റെ തുമ്പ് വെച്ച് നല്ല റൗണ്ടായിട്ട്. ഇനി ഓവർ മുടി കൊഴിച്ചിലുള്ളവർ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്യാൻ പാടില്ല. വളരെ ലൈറ്റായിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മസാജ് ചെയ്തതിന് ശേഷം നല്ല പല്ലകലമുള്ളൊരു കോമ്പ് വെച്ച് നല്ലപോലെ ചീകി വിട്ടിട്ട് രാത്രി ഫുൾ അങ്ങനെ വിട്ട് കിടക്കുക. രാവിലെ നിങ്ങൾക്ക് കഴുകിക്കളയാം. ഷാമ്പു ഒന്നും വേണ്ട, നിങ്ങൾ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. പിന്നെ ഭയങ്കര സ്മെല്ലാണ്, ഓഫീസിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഷാമ്പു ഉപയോഗിച്ച് കഴുകുക, അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഓക്കെ, നല്ലൊരു ട്രിക്കല്ലേ? നല്ലൊരു ഈസി മെത്തേഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് റോസ്മേരി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ റോസ്മേരി കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും സഹായിക്കും. താടി നിങ്ങൾക്ക് വളരുന്ന ഭാഗമാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് നല്ല പോലെ താടിയിൽ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് വിട്ടേക്കുക. രാവിലെ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് അയക്കാം. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് നമ്മുടെ പ്രോഡക്റ്റിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം. പലർക്കും ഭയങ്കര വെപ്രാളമാണ്. പിന്നെ എനിക്കെന്താ പറയുന്നത്, സ്റ്റാഫ് കുറവാണ്. അതുകൊണ്ട് ഞാൻ തന്നെ വേണം എല്ലാം മാനേജ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ വൺസ് പൈസ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ചുമ്മാതെ എന്നെ വിളിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഒരു രക്ഷയില്ല. വരുന്ന കോളുകൾ ദിവസം 1000 1500 കോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. നോ കോൾസ്, വാട്സപ്പ് മെസ്സേജ് അയക്കുക. ദയവ് ചെയ്ത് വിളിക്കരുത്, വാട്സപ്പ് മെസ്സേജ് അയക്കുക പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം ചിലപ്പോൾ എനിക്കൊന്നും സങ്കടം തോന്നും, ഇത്രയും കോൾസ് എടുക്കാനും പറ്റുന്നില്ലല്ലോ എന്ന് തോന്നും. അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കാതിരിക്കുക, മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ 2 3 ദിവസം ലേറ്റ് ആയാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ ഞാൻ തരും. പ്ലീസ് വെയിറ്റ്. ഇത്രയും നിങ്ങൾക്ക് ഹെയർ ഡൈക്ക് ഇത്രയും വലിയൊരു വാം വെൽക്കം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ എവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റ് കിട്ടുക എന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഇത് നമ്മുടെ പ്രോഡക്റ്റാണ്, വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തിച്ചു തരും.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലും മറക്കാവുന്ന ലൈക്ക് ചെയ്തിട്ട് പോവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.